മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ നടിയാണ് ആൻ മരിയ. ദത്തുപുത്രി എന്ന സീരിയലിലൂടെ ശ്രദ്ധേയയായ താരം പിന്നീട് അരയന്നങ്ങളുടെ വീട്, ചാവറയച്ചൻ, മേഘസന്ദേശം, പൊന്നമ്പിളി, പ്രിയങ്കരി, ഒറ്റച്ചിലമ്പ്, അമൃതവർഷിണി, മാമാട്ടിക്കുട്ടി, എൻ്റെ മാതാവ് തുടങ്ങിയ നിരവധി സീരിയലുകളുടെ ഭാഗമായി. വെൽക്കം ടു സെൻട്രൽ ജയിൽ, മാസ്ക്, അയാൾ ജീവിച്ചിരിപ്പുണ്ട് തുടങ്ങിയ സിനിമകളിലും ചില വെബ് സീരീസുകളിലും താരം അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് സുഹൃത്തുക്കളും ഒക്കെയുള്ള ആളാണ് താരം. ഇടയ്ക്ക് സച്ചന ഫിറോസിന്റെ ഒരു ഇഷ്യൂയിൽ, റസൂൽ പൂക്കുട്ടി സച്ചന ഫിറോസ് ഇഷ്യൂയിൽ ദിയാസനയ്ക്കൊപ്പം ആൻമരിയുടെ പേരും ഉയർന്നു കേട്ടിരുന്നു. അതുമാത്രമല്ല, ഡിവോഴ്സ് വാർത്തകളിലും ഇപ്പോൾ ആൻമരിയ ഇടം നേടിയിരുന്നു. രണ്ടാം വിവാഹവും പരാജയപ്പെട്ടതിനെ കുറിച്ച് തുറന്നു പറഞ്ഞുകൊണ്ട് തന്റെ വിഷാദ രോഗത്തെയും പാനിക് അറ്റാക്കുകളെയും കുറിച്ചുമെല്ലാം പറഞ്ഞുകൊണ്ട് ആൻമരിയ രംഗത്ത് വന്നിരുന്നു. ഇഷ്ടം മാത്രം എന്ന സീരിയലാണ് ആൻമരിയെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്. മൃദുലയുമൊത്ത് അഭിനയിക്കുമ്പോഴെല്ലാം ആ സുന്ദരിയായ യുവതി ആരാണെന്ന് എല്ലാവരും അന്വേഷിച്ചിരുന്നു. അപ്പോഴാണ് ആൻ മരിയ എന്ന താരം ആരാണ് എന്ന കൂടുതൽ ചർച്ചകൾ മുന്നോട്ട് വന്നത്. എന്നാൽ നമ്മൾ സീരിയലിൽ കാണുന്ന ഫാഷനബിളായ മനോഹരമായ സാരികൾ ഉടുക്കുന്ന ഒരു സുന്ദരിയായ ആൻ മരിയാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. ഇഷ്ടം മാത്രം എന്ന സീരിയലിൽ നിരവധി സാരികൾ ഉടുത്ത് നമ്മൾ ആൻമരിയെ കണ്ടിട്ടുണ്ട്. സാരിയിലെല്ലാം അതീവ സുന്ദരിയാണ് താരം. ഇത്രയധികം സാരികൾ ഉടുക്കുന്ന ആൻമരിയയ്ക്ക് സ്വന്തമായി ഒരു വമ്പൻ സാരി കളക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ശരിക്കും 1000-ലധികം സാരികളാണ് ആൻമരിയയുടെ കയ്യിലുള്ളത്. ഇപ്പോൾ അതെല്ലാം എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. മനോഹരമായ സാരികളാണ്, എല്ലാം ഒന്നിനൊന്ന് മെച്ചം. 25,000 രൂപയും അതിന് മുകളിലുമുള്ള വിലയുള്ള സാരികൾ ഉണ്ട് എന്ന് ആൻ മരിയ പറയുന്നു. സാരി കംഫർട്ടബിളും ഭംഗിയും ഒക്കെ നോക്കിയാണ് താൻ എടുക്കാറുള്ളതെന്നും 200 രൂപ മുതലുള്ള സാരികൾ തൻ്റെ കയ്യിലുണ്ടെന്നും ആൻ മരിയ പറയുന്നുണ്ട്. മനോഹരമായ സാരികളെല്ലാം തന്നെ നല്ല വൃത്തിയായി അടുക്കി വച്ചിരിക്കുന്നത് കാണുമ്പോൾ ആരുടെയും മനസ്സൊന്ന് കുളിർക്കും. കാരണം മറ്റൊന്നുമല്ല, എല്ലാവരും പൊതുവെ വലിച്ചു വാരിയൊക്കെ വസ്ത്രങ്ങളൊക്കെ ഒന്നെടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടി പുറകെ വരുന്നൊരവസ്ഥയിലാണ് പല അലമാരകളും നിറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ ഒട്ടുമിക്ക സീരിയൽ താരങ്ങളും വസ്ത്രങ്ങൾ ഒരുപാട് വാങ്ങാൻ ഇഷ്ടമുള്ള നമ്മുടെ മഞ്ജു പത്രോസും സീമാജി നായരും ഒക്കെ അവരുടെ എല്ലാം അലമാരകളൊക്കെ നമുക്ക് മുന്നിൽ തുറന്നു കാണിച്ചിട്ടുണ്ട്. ഒട്ടുമിക്ക സീരിയൽ നടിമാർക്കും വമ്പൻ ശേഖരമായിരിക്കും ഈ സാരികളുടെയും ഡ്രസ്സിൻ്റെയും ഒക്കെ. കാരണം അവർക്ക് ഓരോ സാരീസും ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഡ്രസ്സുകളൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവർ വീണ്ടും വീണ്ടും പലപ്പോഴും ഡ്രസ്സുകൾ വാങ്ങുകയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം ഒരു വലിയ ശേഖരം തന്നെ ഉണ്ടാവും. ഇതെല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കുകയും ചെയ്യാറുണ്ട്. ആൻമരിയുടെ ഈ ഡ്രസ്സിൻ്റെ ശേഖരം കണ്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഞെട്ടിപ്പോയി. ഇടയ്ക്ക് തൻ്റെ രണ്ടാം വിവാഹവും തകർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആൻമരിയ രംഗത്ത് വന്നിരുന്നു. വളരെ ആഗ്രഹിച്ച് ഒരു പെർഫെക്റ്റ് വൈഫായി തന്നെയാണ് താൻ ജീവിതത്തിൽ നിന്നതെന്നും അന്ന് ആൻമരിയ പറഞ്ഞിരുന്നു. നല്ല സുഹൃത്തുക്കളും തന്നെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നൊരു മകളും അമ്മയും ഉള്ളത് കൊണ്ടാണ് താൻ ജീവനോടെ ഇരിക്കുന്നത് എന്നാണ് ആൻമരിയ പറഞ്ഞത്. സ്നേഹത്തിന് വാല്യൂ കിട്ടാത്ത അവസ്ഥ വേദനയാണെന്നും ആൻമരിയ പറയുന്നു. ഞാൻ എല്ലാവരുമായും പെട്ടെന്ന് ക്ലോസ് ആകും, നന്നായി സംസാരിക്കുന്ന കൂട്ടത്തിലാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരോടും തുറന്നു പറയും. നല്ല രസം എന്ന് വെച്ചാൽ ഭയങ്കര സ്കിൻ ബ്രൈറ്റ് ആവുന്ന ഒരു കളർ അല്ലേ ഇത്? ഏകദേശം റാണി പിങ്കും ഓറഞ്ചും കൂടെ, അതായത് ഡബിൾ ഷെയ്ഡ് വരും. അതെ. ഇവിടെ വേറെ കളറാ. നല്ല രസമുണ്ട്. ഇതിന് ഏകദേശം എത്ര ആയിട്ടുണ്ടാവും? ഇതിന് 25,000 പോകും. അതാണോ ചേച്ചിയുടെ എക്സ്പെൻസീവ് സാരി? മാക്സിമം 25,000 അപ്പുറത്തിരിപ്പുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അതിലേക്ക് പോവാം. അതൊക്കെ അത് വേണമെങ്കിൽ എടുത്തോണ്ട് വരാം. അത് കുറച്ചുകൂടെ വർക്കായി ടിഷ്യൂ സിൽക്കിൽ വരുന്ന വർക്കിന്റെ. അത് ഈ 25,000 ആണോ ഒരു സാരി ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ട് പറയണേ? അത്രേ ഉള്ളൂ. അപ്പൊ ചേച്ചിയുടെ ബാക്കി സാരീസ് കാണാൻ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. അപ്പൊ അഫോർഡബിൾ സാരികളായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഇതിൽ ചേച്ചിയുടെ ഒരു ഫേവറേറ്റ് സാരി, പെട്ടെന്ന് എവിടെയെങ്കിലും പോകുമ്പോ ഞാൻ ഇത് കൊടുത്തിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഒരു ഗോ ടു സാരി ഏതാ? അങ്ങനെ ചോദിച്ചാൽ കൺഫ്യൂഷൻ. സമയമില്ല, നമുക്ക് 2 മിനിറ്റ് ഉള്ളൂ. ചേച്ചിക്ക് എടുക്ക ഇറങ്ങാ. അതിന് വേണ്ടിട്ട് നമുക്ക് ഇതിന് ഞാൻ പിടിച്ചോ വില കൂടിയ സാരിയാ, അതൊരു പിടിച്ചേക്കാം. ഇത് കോട്ടൺ ആണോ? മോഡൽ സിൽക്കിന്റെ ഇതിന്റെ കുർത്തയും ഒരു സമയത്ത് ട്രെൻഡ് ആയിരുന്നില്ലേ? ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ. ഇങ്ങനെയുള്ള സോഫ്റ്റ് മെറ്റീരിയൽ ആണോ നമുക്ക് കുറച്ചുകൂടെ ചൂടുള്ള സമയത്തൊക്കെ വെയർ ചെയ്യാൻ വേണ്ടിട്ട് നല്ല സുഖം. അത് ഭയങ്കര കംഫർട്ടബിൾ മെറ്റീരിയൽ. എല്ലാത്തിന്റെയും കൂടെ ഞാൻ ബ്ലൗസും അത് എല്ലാ സാരിയുടെ വെച്ചേക്കും, എല്ലാം സെറ്റ്. നമുക്കിത് അവിടെ വെച്ചാലോ? കാരണം ഇങ്ങനെ കൊറേ എടുക്കേണ്ട വരും ചേച്ചി. ഇവിടെ ഇങ്ങനെ അതാവുമ്പോ ചേച്ചിക്ക്
മടക്കിയതൊന്നും പോവില്ലല്ലോ. ഇനി ഇതില് ചേച്ചി മേടിച്ചേക്കുന്നേലേ ചേച്ചിക്ക് ഒട്ടും ഉടുക്കാത്ത കുറച്ച് പൈസ മുടക്കി അതിന് വേണ്ടിയിട്ട് പക്ഷെ ഒട്ടും ഉടുത്തില്ല എന്നൊരു കുറ്റബോധമുള്ള സാരി ഏതായിരിക്കും? അയ്യോ ഇത് ഞാൻ ഉടുക്കല് ഭയങ്കര കുറവാണ്. ഞാന് ഒത്തിരി ഇഷ്ടപ്പെട്ട് മേടിച്ചിട്ട് ഉടുക്കാതെ വെച്ചൊരു സാരി ഉണ്ട്. ആണോ? ഇതുവരെ എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ കാണുന്ന ചേച്ചി ഉടുക്കാത്ത ഒരു സാരി. ഇതെല്ലാം തോന്നുന്നു. അയ്യോ അതൊക്കെ വീട് പോവോ ചേച്ചി? ഇല്ല കുഴപ്പമില്ല കേറ്റി വെച്ചോ? ചേച്ചിക്ക് ഇത് പരിപാടി കഴിയുമ്പോ മിക്കവാറും നമ്മളോടൊക്കെ ദേഷ്യമാണെന്ന് തോന്നുന്നു. ചേച്ചി ഇത് നല്ല കളറ്. ഇനി നിങ്ങൾ തന്നെ ഒരു പ്രോഗ്രാം വെക്കുക, അതിനകത്ത് ഞാൻ ഇത് ഉൾക്കൊണ്ടുവരാം. ചേച്ചിക്ക് ഇന്ന് ഉടുക്കായിരുന്നു ഇത്. ഇന്ന് ഉടുത്തിട്ട് ഒരു സാരി സാരിനെ കുറിച്ച് കാണിക്കുമ്പോ പിന്നെ നമ്മൾ സാരി കൂടെ ഉടുത്തിട്ട്. പക്ഷെ ഇത് ഭയങ്കര നല്ല കളർ കേട്ടോ. ഇത് ചേച്ചി ഉടുത്ത് കാണണം എനിക്ക് ഭയങ്കര എനിക്ക് തോന്നുന്നു ഞാനും ഭയങ്കര ആഗ്രഹിച്ച്, എനിക്ക് ഈ കളർ ഇല്ല, എനിക്ക് കളർ ഭയങ്കര ഇഷ്ടം, ആഗ്രഹിച്ച് മേടിച്ചു. പിന്നെ അത് മാത്രമല്ല സിൽവർ ആണല്ലോ ബോർഡർ വരുന്നത്. ഇത് എനിക്ക് തോന്നുന്നു 16,000 രൂപ അടുത്ത് വരുന്ന സാരിയാണ്. എനിക്ക് തോന്നുന്നു ഒരു 8-9 മാസം ഇത് മേടിച്ചു വെച്ചിട്ട് ഞാൻ പൂട്ടി വെച്ചേക്കോ ഭദ്രമായിട്ട്. ഒരു ഫോട്ടോഷൂട്ടിന് പോലും എടുക്കാൻ പറ്റിയില്ല. ഉടുക്കാത്ത ഇനി ഉടുക്കണം കേട്ടോ ചേച്ചി. ചേച്ചി സീരിയൽ ഷൂട്ടിങ്ങിനൊന്നും ഇത് ഉടുക്കണ്ട അങ്ങനെ വന്നിട്ടില്ല, അല്ലാണ്ട് മേടിച്ചതാണോ? ഓ ഷൂട്ടിങ്ങിന് തന്നെ മേടിച്ചതാണ്. അതായത് അതിനകത്ത് നമ്മുടെ സീരിയലില് കല്യാണ സ്വീക്കൻസും അങ്ങനെയൊക്കെ വന്നായിരുന്നല്ലോ, മെഹന്തി അങ്ങനെയൊക്കെ വന്നപ്പോ അപ്പം മെഹന്തിക്ക് യെല്ലോ എടുക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വേറെ എടുത്തു. പിന്നെ കല്യാണത്തിന് എടുത്ത ഒരു റെഡാ, അത് രണ്ടും ഞാൻ എടുത്തിട്ട് വരാം. ആ റെഡ് സാരി എനിക്ക് ഭയങ്കര ലാസ്റ്റ് സ്പെഷ്യൽ ആയിട്ട് കാണിച്ചു തരും ആ കല്യാണത്തിന് എടുത്ത സാരി. അപ്പൊ നമുക്ക് ഇതവിടെ വെക്കാം. പക്ഷെ ഇത് ചേച്ചി എന്തായാലും ഉടുക്കണം കേട്ടോ. അങ്ങോട്ട് വെച്ചോട്ടെ. ഇതിനൊക്കെ ചിലപ്പോ ചേച്ചിക്ക് പറയാൻ ഉത്തരം ഉണ്ടെങ്കിലും അതായത് സൈഡിൽ വെച്ചോ. ഇത് എനിക്ക് ഇഷ്ടമാണ്. ഇതിന്റെ എനിക്ക് കളർ കോംബോയാണ് ഇഷ്ടം. ഇത് ഈ സാരിയുടെ ഒരു ഡിഫറെന്റ് കളറാണല്ലോ, ഒരു ആഷ് കളറും പിന്നെ ബോർഡർ വരുന്നത് ഒരു ബ്ലൂ കളറും ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊതുവെ എല്ലാവർക്കും ഇപ്പൊ എനിക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ഈ ചുരിദാർ ഇടാനാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ. സാരി കൊടുക്കലും മെനക്കേടാ. എന്നെ സംബന്ധിച്ച് ഞാൻ അന്നത്തെ പരിപാടിക്ക് എന്നെ സാരി പുറത്തുനിന്ന് ഒരാളെ വിളിച്ച് പൈസ കൊടുത്ത് ഉടുപ്പിച്ച. അപ്പൊ ചേച്ചിനെ ആരാ സാരി ഉടുക്കാൻ പഠിപ്പിച്ച, അല്ലെങ്കിൽ സാരിനോടുള്ള ക്രേസ്? എനിക്ക് സാരി ഉടുക്കാൻ എന്നെ പഠിപ്പിച്ചതും ഞാൻ അത് നോക്കി കണ്ടു പഠിച്ചതും മമ്മിയുടെ അനിയത്തി. ആന്റി ഇപ്പം ഇവിടെ ഇല്ല, US-ലാണ്. ആന്റി ബ്യൂട്ടീഷ്യൻ ആയിരുന്നു. അപ്പൊ ആന്റി മക്കളെല്ലാം ഇപ്പൊ US-ൽ സെറ്റിൽഡ് ആണ്. ആന്റി ബ്യൂട്ടീഷ്യൻ ആയതുകൊണ്ട് ആന്റി ഇങ്ങനെ ഉടുക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ നോക്കാറുണ്ട്. പിന്നെ ഞാൻ തന്നെ പഠിച്ചതാണ്. പിന്നെ സീരിയലിൽ വന്നു കഴിഞ്ഞപ്പോ നമുക്ക് ആവശ്യം 5 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് സാരി മാറി പോകേണ്ട സാഹചര്യങ്ങളൊക്കെ വരും. പെട്ടെന്ന് പറയും. അപ്പൊ അങ്ങനെ പഠിച്ചതാ. ഞാൻ തന്നെ പഠിച്ചതാ. ഞാനൊന്ന് യൂട്യൂബ് നോക്കിയിട്ട് പോലും എന്നെ കൊണ്ട് പഠിക്കാൻ തന്നെ പഠിച്ചതാ. ഞാൻ പറഞ്ഞില്ലേ, അത് ആന്റി ചെയ്യുന്ന കണ്ടപ്പോ ആദ്യമൊക്കെ നമുക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ നോക്കി കണ്ടത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ ഉടുക്കണമല്ലോ. പക്ഷെ എന്നാലും ഞാൻ ഉടുക്കുമ്പോ ഇതിന്റെ മുന്താണി ബാക്കില് ഞൊറി സൈഡില് കുറച്ച് നമ്മുടെ വർക്ക് റിലേറ്റഡ് ആയിട്ട് നമ്മൾ എന്ത് കാര്യമാണെങ്കിലും നമ്മള് ഇപ്പം ഒരു ലാംഗ്വേജ് ആണെങ്കിലും നമ്മള് സ്ഥിരം യൂസ് ചെയ്യുമ്പോഴല്ലേ നമ്മൾ പഠിക്കുക. ആവശ്യം അതാണല്ലോ നമ്മുടെ പ്രൊഫഷനായിട്ട് നോക്കുമ്പോഴത്തേക്കും. അങ്ങനെ പഠിച്ചെടുത്തു ഈ സാരി. പക്ഷെ എന്നാലും എനിക്ക് ചേച്ചിയുടെ സാരി കളക്ഷൻ കണ്ടിട്ട് ഇതെല്ലാം ഇഷ്ടമുള്ളൊരു സാരി ഉണ്ട്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ നാച്ചുറൽ ഫ്ലവറും ഇതും ഗ്രീനിഷ് ഇതായിട്ട് ഫ്ലവർ വെച്ചിട്ടൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇത് കണ്ടോ, ഇത് എനിക്ക് മറ്റേ എലപ്പച്ച, അവരുടെ ബ്രാൻഡ് എലപ്പച്ച എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അവര് ശരിക്കും ഇതൊക്കെ ഈ ലീഫും ഈ ഫ്ലവറൊക്കെ നാച്ചുറൽ ഫ്ലവറാ, അത് വെച്ചിട്ട് അത് ഇത് ചെയ്ത് ഇംപ്രിന്റ് ചെയ്തിട്ട് അങ്ങനെ. എനിക്ക് ഈ സാരി ഭയങ്കര ഇഷ്ടമാണ്. ബ്ലൗസിന്റെ വർക്ക് ഒക്കെ നോക്കി, ബ്ലൗസ് വർക്ക് ഒക്കെ ചെയ്ത് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാരിയാ. ഉടുത്തോ ഇത്? ഇത് എനിക്ക് തോന്നുന്നു ഫോട്ടോഷൂട്ടിന് ഫസ്റ്റ് ഞാൻ ഉടുത്തു. ഇതെനിക്ക് കൊളാബായിട്ട് കിട്ടിയതാണ്. ഫോട്ടോഷൂട്ടിന് ഉടുത്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു സീരിയലില് ഒരു 2-3 പ്രാവശ്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫംഗ്ഷൻ, ഒരു ഇന്റർവ്യൂല് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് നല്ല രസമുണ്ട്. ഇതൊരു പുതിയൊരു വെറൈറ്റി ഐഡിയ ആണ്. ഞാൻ എപ്പോഴും പുള്ളിക്കാരിയായിട്ട് ഭയങ്കര കീപ്പിംഗ് ടച്ചാണ്. ഇനിയാണെങ്കിലും പുള്ളിക്കാരി തന്നു കഴിഞ്ഞാൽ നമ്മള് ഭയങ്കര എക്സ്പെൻസീവ് ആട്ടോ ഇത് ഭയങ്കര എക്സ്പെൻസീവ്. ശരി, ഒറിജിനൽ ഫ്ലവർ അവരുടെ സാരികൾക്ക് എനിക്ക് തോന്നുന്നു 15,000 ഒക്കെ മേളിലാണ്. പക്ഷെ ഇതിപ്പം നമ്മുടെ മോഡൽ സിൽക്ക് തന്നെ പ്യുവർ ആണല്ലോ, പ്യുവർ മോഡൽ
മോഡൽ സിൽക്കിലാണ്. അതുപോലെ തന്നെ പ്യുവർ ടെസറില് അങ്ങനെയൊക്കെ അവർ ചെയ്യുന്നത്. ഉടുക്കാൻ എളുപ്പത്തിനും കംഫർട്ടബിൾ. പക്ഷെ ഇത് ഉടുക്കുമ്പോ വേറൊരു ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, ഇതിങ്ങനെ വേറെ ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യും. അതാ പറഞ്ഞ ഭയങ്കര സുഖം, നല്ല മെറ്റീരിയല്, നല്ല രസമുണ്ട്. അതാ എനിക്ക് തോന്നുന്നു ആ ഒറിജിനൽ ഇതിന്റെ അല്ല, ആ മെറ്റീരിയൽ ഒറിജിനൽ ആയതിന്റെ ഒരു സുഖമാണ്. നല്ല രസമുണ്ട് കേട്ടോ. പുള്ളിക്കാരിയാണ്. ഇനി ഞാൻ എപ്പോഴും പറയും, ഇനി തന്നാലും എനിക്ക് ഭയങ്കര സന്തോഷം. ഇനി കൊടുക്കൂ, അതിന് വേണ്ടിട്ടല്ലേ ഇത് ഓക്കെ. പെട്ടെന്ന് ഞാൻ പറയാ ചേച്ചിയുടെ അടുത്ത് ഇതിലൊരു സാരി എടുത്ത് കളയാൻ. ഇപ്പൊ നമുക്ക് ഇത് ഇരിക്കുന്നതില് ചേച്ചിക്ക് അങ്ങോട്ട് ഒരു ഇതിനി ഞാൻ ഉടുക്കൊന്നും ഇല്ലായിരിക്കും എന്നുള്ളൊരു കാറ്റഗറിയിൽ ഇതൊക്കെയാ പഴയ മോഡലാ. അയ്യോ, ബ്ലാക്ക് വേറെ ഉണ്ട്. എനിക്ക് ബ്ലാക്ക് എന്റെ ഫേവറേറ്റ് ആണ്. ബ്ലാക്കും വൈറ്റ് ഒക്കെ എന്റെ ഫേവറേറ്റ് ആണ്, കളറാണ്. പക്ഷെ ഇതൊക്കെ കുറെ വർഷം മുമ്പ് മേടിച്ച സാരികളല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ ആദ്യം തന്നെ പറയട്ടെ. നിനക്ക് ഇഷ്ടമായി ഇതെടുത്തോ ചേച്ചി. പക്ഷെ ഇത് നല്ല, എനിക്ക് തോന്നുന്നു കൊറേ പ്രാവശ്യം ഉടുത്തോണ്ട് ചേച്ചിക്ക് അത് അങ്ങനെ ഉടുത്തിട്ടില്ല. ഇല്ല, എനിക്ക് തോന്നുന്നു കൊറേ വർഷങ്ങളായിട്ട് ഇരിക്കുന്ന. ഞാൻ പെട്ടെന്ന് ഒരു സാരി എന്ന് പറഞ്ഞപ്പോ ഞാൻ എടുത്തെന്ന് മാത്രമല്ല, അല്ല ഇത് ഇഷ്ടക്കേട് വന്നിട്ടോ അങ്ങനെയൊന്നും അല്ല. ഇത്ര സാരി ഇതെങ്കിലും ചേച്ചീനെ കുഴപ്പിച്ചോണ്ടിരിക്കാ ഇവിടെ ചോദിച്ചിട്ട്. ഇനി വൺ വേർഡ് ഇതുപോലെ തന്നെ പെട്ടെന്ന് എടുക്കേണ്ട ഒരു സാരി, നമുക്കൊരു അവാർഡ് ഷോ വരാൻ പോവാ നാളെ. സോ ഒരു അവാർഡ് ഷോക്ക് പുതിയതൊന്നും എടുക്കാൻ പറ്റില്ല, നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഏതെങ്കിലും അധികം ഉടുത്തിട്ടില്ല ഒരു പാർട്ടി ലുക്കില് നല്ല അവാർഡ് നൈറ്റ്. ചേച്ചിക്ക് ഒരു അവാർഡും ഉണ്ട്, ബെസ്റ്റ് ആക്ട്രസ്, നമ്മുടെ ഇഷ്ടം മാത്രം സീരിയലിന്. ആണോ? എപ്പോഴാ? അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്പുറത്തുനിന്ന് എടുത്തോണ്ട് വരണം. ഷോർട്ട് ബ്രേക്ക്. ഇതാണ് അല്ലേ ആ അവാർഡ് നൈറ്റിന് എടുക്കാൻ ചേച്ചി വെച്ചിരിക്കുന്ന സാരി. അവാർഡ് നൈറ്റ് എപ്പോഴാന്ന് പറഞ്ഞാൽ മതി, എപ്പോഴാണ് എനിക്ക് അവാർഡ് കിട്ടുന്നത് പറയാ. ഇത് എടുത്തോണ്ടായിരിക്കും ഞാൻ വരുന്നത്. പക്ഷെ ഇത് നല്ല രസം, നല്ല എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു. ഇതാ ഞാൻ പറഞ്ഞേ, ഒരു ടിഷ്യൂ സിൽക്കിന്റെ ഒരു സംഭവം ഞാൻ പറഞ്ഞില്ലേ, അത് ഇതും എത്രയാ 23,000. എന്നാലും ഇത് അതിൽ കൂടുതൽ. ഇത് എന്റെ കസിന്റെ കല്യാണം വന്നപ്പോ സമയത്ത് ഞാൻ വാങ്ങിച്ചു വെച്ചതാ അന്ന്. പക്ഷെ എനിക്ക് കല്യാണത്തിന് ഞങ്ങള് വേറെ കല്യാണത്തിന് കൊടുത്ത സാരി ഞങ്ങൾ കല്യാണത്തിന് കൊടുത്ത സാരി ഇതാ. ഇങ്ങനെ ഈ കളറൊക്കെ ചേച്ചി ചൂസ് ചെയ്യുമ്പോ ഇത് ഷീമാട്ടിന്ന് എടുത്തതാണ്. പ്യുവർ എന്താ പറയാ ബനാറസി ക്രേപ്പ് സിൽക്ക് ആണ്. അപ്പൊ ഇതും അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു 10,000 രൂപ വരുന്ന സാരി. പക്ഷെ എന്റെ കണ്ണ് ഇതാട്ടോ ചേച്ചി, ഇത് നല്ല രസമുണ്ട്. അത് എടുക്കാനാണ് ഞാൻ വെച്ചത്. പക്ഷെ ഇത് എല്ലാരും പറഞ്ഞു ഇങ്ങനത്തെ ഒരു അങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. ഇത് പക്ഷേ ഇല്ലേ ഈ പറഞ്ഞ ചേച്ചി ഇത് വെച്ചോ, ഒരു 25,000 അല്ലേ ചേച്ചി പറഞ്ഞ, അത്രയൊന്നും അല്ല, അതിൽ കൂടുതൽ തോന്നിക്കുന്നുണ്ട്. കാരണം നോക്കി എന്റെ കയ്യില് മന്നത്തുനിന്നാ മേടിച്ചു. ഇത് മന്നത്ത് ലാബെല്ലാം പനംപിള്ളിയിലല്ലേ? അല്ല, ഇവിടെ അവരിപ്പം ചക്കരപ്പറമ്പ് ഉണ്ട്. ശരിയാ, ഞാൻ ഓർക്കുന്നുണ്ട്. ഇതൊക്കെ മറ്റേ ത്രെഡ് വർക്ക് തന്നെയല്ലേ? ത്രെഡ് വർക്ക്. ഇത് ഫുള്ള് ഈ ത്രെഡ് വർക്കിംഗ് ഇൻക്ലൂഡിങ് ആണോ ചേച്ചി പറഞ്ഞത്? അല്ലല്ലോ. ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നത് എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു ഇത്തയുണ്ട്, പൈപ്പ് ലൈൻ റോഡിലാ. അപ്പൊ സ്റ്റിച്ച് ഇത്തയുടെ അടുത്ത് നമ്മൾ കൊണ്ട് കൊടുത്താൽ മതി. ബാക്കി പേര് ഷോപ്പിന്റെ പേരൊക്കെ ഇവിടെ ഉണ്ട്. ഈ ഒരു സാരി ടൂർ കഴിയുമ്പോ കൊറേ പേര് രക്ഷപ്പെടും. കാരണം കുറെ കൊളാബറേഷൻ. ഇതെന്താണെന്നറിയോ, വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെ അത്രയും എനിക്കൊരു എന്താ പറയാ സ്റ്റിച്ചിങ് ബന്ധമല്ല, നമുക്കൊരു സിസ്റ്റർ ഫീലാണ്. അപ്പം ഇത്തയുടെ അടുത്തൊക്കെ പോയിട്ട് ഞാൻ ഇത് ചുമ്മാ അങ്ങ് കൊടുത്തിട്ട് വരുവാ, ഇഷ്ടം അനുസരിച്ച്. ഇത്തയുടെ ആ ഒരു ഐഡിയ, ഇത്തയുടെ ക്രിയേറ്റിവിറ്റി. ഇത് സംഭവം ഈ സംഭവം ഉണ്ടല്ലോ, ഇത് സാരിയുടെ അറ്റാച്ച് ചെയ്ത സംഭവമല്ല. ഇത് ഇത്ത തന്നെ ഇത് സെയിം സംഭവം എവിടെ നിന്ന് ഒപ്പിച്ചിട്ട് എനിക്ക് അങ്ങനെ. അയ്യോടാ, പക്ഷെ ഇതിങ്ങനെ ഭയങ്കര കറക്റ്റ് മാച്ചിങ്ങില് ഞാൻ തന്നെ അതിശയിച്ചു. അപ്പൊ ഭയങ്കര ക്രിയേറ്റിവിറ്റി ഉള്ള ഇത്തായാണ് കോണ്ടാക്ട് ചെയ്യാൻ. അതെ, ഭയങ്കര. പേരൊന്നും കൂടെ പറഞ്ഞോ? ഷെഹനാസ്. എന്നാണ് പേര്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ പ്രിയങ്ക ചേച്ചിയൊക്കെ ഇല്ലേ, ചേച്ചിയൊക്കെ അവിടെ. ഓക്കെ. അപ്പൊ സാരി ഉടുക്കാൻ എനിക്കിത് കണ്ടിട്ടില്ലേ ചേച്ചി, ഭയങ്കര ഇൻസ്പയർ ആയി സാരി പഠിക്കാൻ. കാരണം ഇങ്ങനെ എനിക്ക് സാരി ഉടുക്കാൻ ഇഷ്ടം. ഈ അറിയില്ലാത്തതുകൊണ്ട് ഇഷ്ടമല്ല, പക്ഷെ സാരിയിൽ ഇത്രയും വെറൈറ്റി ഐഡിയാസ് ഒക്കെ ഞാൻ ഇവിടെ വന്നിട്ടാ കാണുന്നത്.